ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ താത്താൻ്റെ വീട്ടിലുള്ള വീഡിയോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മാമൻ്റെ വീടിൻ്റെ കട്ടിലക്കലാണ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പെട്ടെന്ന് പോകും. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തന്നെ വീട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ബ്ലോഗിൽ. അപ്പോൾ ഇതാ കട്ടിലക്കലാണ്ട് ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നതാട്ടോ. ഇന്ന് തന്നെ ഞാനൊരു വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഉക്കാൻ്റെ വീട്ടിലേക്ക് പോവുക. ഇന്ന് ഞാൻ ഇപ്പോൾ കട്ടിലക്കലിനെ മെയിനായിട്ട് വന്നത്. പിന്നെ വീട്ടിലേക്ക് എല്ലാവരും വരുന്നുണ്ട്, മൂത്തമ്മാൻ്റെ മക്കൾ, ഭാബിയുടെ മക്കൾ, അങ്ങനെയൊക്കെ. പിന്നെ മേമമാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അളിയനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഡേ തന്നെയായിരുന്നു ഇന്നെന്ന് പറയാം. പിന്നെ മേമാരൊക്കെ പെട്ടെന്ന് പോയിട്ട് അവർ വീട്ടിലേക്ക് തന്നെ അവരെ നാത്തൂന്മാരും ഒക്കെ വരുന്നതായതുകൊണ്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മൂത്തമ്മാൻ്റെ മക്കൾ, പിന്നെ താത്തമ്മ, മൂത്താപ്പ, പിന്നെ ഭാവിയുടെ മക്കൾ, അതായത് മാമൻ്റെ മക്കളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നാടൻ സദ്യ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെല്ലാ പെരുന്നാളിനും ഫസ്റ്റത്തെ പെരുന്നാളിന് ബിരിയാണി വെച്ചിട്ട് പിന്നെ നമ്മൾ 6 നോമ്പിൻ്റെ പെരുന്നാളിനൊക്കെ ആയിട്ട് സദ്യ ആയിട്ട് ഉണ്ടാക്കാറ്. ഉമ്മക്ക് നോമ്പാണ് കേട്ടോ, 6 നോമ്പ് എടുത്തിട്ടുണ്ട് ഉമ്മ. അപ്പോൾ ആദ്യം ഞാൻ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് സദ്യൻ്റെ എല്ലാതും ഉണ്ടാക്കിയിട്ടുള്ള ഉമ്മേനെ കേട്ടോ. പിന്നെ നാത്തൂന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാത്തൂന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ഇക്കാൻ്റെ പെങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലമായിട്ട് അതോട്ടോ അങ്ങനെ വായ വരുന്നത്. പിന്നെ ഞാൻ എത്തിയപ്പോഴേക്കും ഞാൻ രസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഉമ്മയും നാത്തൂൻ തന്നെയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ കുട്ടികളുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഫോണിൽ നല്ല ലിപ്സ്റ്റിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര ഇട്ടിട്ടൊന്നുമില്ല, വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് അങ്ങനെ എഫക്റ്റ് കാണിക്കുക കേട്ടോ. പിന്നെ റമദാൻ കഴിഞ്ഞതിൻ്റെ ശേഷം എന്നിട്ടോ ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇടണത്. പിന്നെ പായസം ഉണ്ടായിരുന്നു, പായസം, സാവനരി, സേമിയ, അതൊക്കെ ഇല്ല, അങ്ങനത്തെ പായസം കേട്ടോ. ഒക്കെ ഉണ്ടാക്കിയത് ഉമ്മ തന്നെ കേട്ടോ. ഉമ്മ നോമ്പ് പറ്റിയിട്ടായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി. ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഉമ്മാൻ്റെ എല്ലാം സെറ്റ് ആയിട്ട് കേട്ടോ. പിന്നെ ഐസ്ക്രീം, പിന്നെ വീഡിയോ കാര്യങ്ങളും എടുത്തില്ല. പിന്നെ നമ്മൾ ഫുള്ള് സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ ഇനിയും വരയ്ക്കുക. അസ്സലാമു അലൈക്കും.